Hi dear friends, welcome to Dilros Vlog. അങ്ങനെ ഞങ്ങൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ്. നമുക്ക് കാണാം. എൻ്റെ പറയുന്നത് നോക്കി എന്തോരം മാനുകളാണെന്ന് നോക്കി. ഫാമിലി ട്രിപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അടുത്ത് ഞങ്ങളൊരു കൊമ്പനാനെ കണ്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബന്ദിപ്പൂരിലുള്ള യാത്രയായിരുന്നു. KTDC നിലമ്പൂർ നല്ല ഹോട്ടലാണ്. അവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസാണ് നമ്മുടെ ബന്ദിപ്പൂർ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അക്കോമഡേഷൻസ് ആണ്. ഇതൊരു അക്കോമഡേഷൻസ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി ബുക്കിന് പപ്പയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയി കാണാം. അതൊരു അക്കോമഡേഷനാണ്, കാണാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തമിഴ്നാട് എൻ്റർ ചെയ്യണം കേട്ടോ. എന്തായാലും തമിഴ്നാട് ടോളെങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഏതാണെന്ന് നോക്കാം കേട്ടോ. മേഡം എന്ത് ടോളാ? തമിഴ് എൻ്റർ ഫീസാ? തമിഴ്നാടാ? എത്ര? 30. തമിഴ്നാട് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. 30 രൂപ ടോൾ ഫീ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ മുതുമലയ്ക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുമെന്നറിയില്ല, ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ കാട്ടാൻ നിൽക്കുന്നത് കണ്ടോ? അതാണ് നമ്മൾ ആദ്യത്തെ എലിഫൻ്റ് കണ്ടിരിക്കുന്നത്. ഇനിയും കുറേ ആനിമൽസ് ഉണ്ട്. കം ലെറ്റ് സീ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ എല്ലാ അടുത്ത എലിഫൻറ്റും കണ്ടു കേട്ടോ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ? അടുപ്പ് കുഴലുണ്ടോ?
ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ബന്ദിപ്പൂർ അക്കോമഡേഷൻ സ്റ്റേയുടെ അടുത്തെത്താറായിട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കുറേ ഡേയ്സിനെ കാണാം. കുട്ടീനുണ്ടോ? ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഇത് നമ്മുടെ ബന്ദിപ്പൂരിൻ്റെ പാർക്കിംഗ് സ്ലോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ഥലമുണ്ട് പാർക്കിംഗ് സ്ലോട്ട്. ഇപ്പം പണ്ട് നമുക്ക് വെഹിക്കിൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് വിടുകയായിരുന്നു. ഇപ്പോൾ വിടുന്നില്ല. ഇപ്പം നമുക്ക് നിർബന്ധമായിട്ടും ഇവിടെയാണ് പാർക്കിങ്ങിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് അവരുടെ ബാറ്ററി വെഹിക്കിളുണ്ട്. അതിനകത്താണ് ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ബന്ദിപ്പൂർ എത്തിയിരിക്കുന്ന ബന്ദിപ്പൂർ സഫാരി ബുക്കിലാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററി വണ്ടി നമുക്കിപ്പോൾ പണ്ട് അലൗഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി അതിനകത്ത് അലൗഡ് അല്ല. അപ്പോൾ അവർ ഇപ്പോൾ ബാറ്ററി അവർ വണ്ടിയുണ്ട്, ബാറ്ററി കാറുണ്ട്. അതിനകത്താണ് നമുക്ക് നമ്മുടെ റൂമിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റിസപ്ഷൻ കാണാം. നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് നമ്മുടെ റിസപ്ഷൻ കേട്ടോ. അവിടെ വന്നിട്ട് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം. അവിടെ നിന്നാണ് നമ്മുടെ റൂം പോയി വന്ന് ലഗേജുമായിട്ട് അവരിൻ്റെ ബാറ്ററി വെഹിക്കിളിൽ നമുക്ക്, അതായത് നമ്മുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ താമസ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് ഇത് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നമുക്ക് വെഹിക്കിൾസ് ഓൺലി ഫോർ ദ റൂം ഒക്കെ. ഇത് പണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് വെഹിക്കിൾസ് അലൗഡ് അല്ല. അവൻ്റെ ബാറ്ററി വെഹിക്കിൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ഏതൊക്കെ അക്കോമഡേഷൻസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇതാണ് കാണുന്നതാണ് ഡോർമെട്രി കേട്ടോ. 10 to 20 ബെഡ്സ് ഉണ്ട്. ഇത് നമുക്കിപ്പോൾ ഒരുമിച്ച് ഒത്തിരി ആൾക്കാർ വരുവാണെങ്കിൽ ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഡോർമെട്രി അവൈലബിൾ ആണ്. അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ സ്റ്റേയും ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇതിനകത്ത് എൻട്രി പെർമിഷൻ ഉള്ളൂ കേട്ടോ. നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. കണ്ടോ? ഫ്രീ ഹട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഫ്രീ ആയിരുന്ന സമയത്ത് വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറേ ഫ്രീ ഹട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു വെറൈറ്റി നാച്ചുറൽ പ്രകൃതി ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ശുദ്ധവായൊക്കെ കണ്ട് കുറച്ച് അനിമൽസിനെയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ ഒത്തിരി അക്കോമഡേഷൻസ് അവൈലബിൾ ഉണ്ട്. പക്ഷെ അതെല്ലാം ഓൺലൈൻ ബുക്കിങ്ങേ ഉള്ളേ. ഡയറക്റ്റ് വന്ന് എടുക്കാനൊന്നും നടക്കില്ല. അപ്പോൾ ബന്ദിപ്പൂരിൻ്റെ സൈറ്റുണ്ട്. ആ സൈറ്റിൽ കയറി നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്താൽ ആ ബുക്ക് ചെയ്യുന്ന പ്രിൻറ്റുമായിട്ട് നമുക്കിവിടെ വന്നാൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടും കേട്ടോ. കുറേ അക്കോമഡേഷൻസ് അവൈലബിളാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത അക്കോമഡേഷൻ ഗജേന്ദ്രയും കുതീര. ഓക്കെ, കുതീര ഗജേന്ദ്ര. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാവേ.
എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ നോക്കുള്ളൂ. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞൊരു ഏകദേശം ഒരു കാടിൻ്റെ നടുവിൽ സ്റ്റേ ചെയ്യുന്നതാണ് കേട്ടോ. കുറേ നമുക്ക് നോക്കി കുറേ മാനുകളൊക്കെ കാണാം. നമ്മുടെ ചുറ്റുവശം വരുന്ന കുറേ മാനുകളുണ്ട്, മാനുകളുണ്ട്, മങ്കി എല്ലാം കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ഗജേന്ദ്ര. അതുപോലെ തന്നെ ഇതൊരു ഹട്ടാണ്. ഇതാണ് ഹരിണി കേട്ടോ. അതിനകത്ത് അക്കോമഡേഷൻസ് ഉണ്ട്. നമ്മൾ ഹരിണി 1 and 2 2 അക്കോമഡേഷൻ. ഇതും ഓൺലൈൻ ബുക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത അക്കോമഡേഷൻസ് കേട്ടോ. ചീതൽ എന്നൊക്കെ വരെ. ഇതിനകത്ത് എനിക്കൊന്ന് 3 അക്കോമഡേഷൻസ് ഉണ്ടെന്ന് പറയുന്നു. അത്യാവശ്യം കുറച്ച് വലിയതാണ് കേട്ടോ. ഇപ്പോൾ 2 ഫാമിലി 3 ഫാമിലിയൊക്കെ വരുന്നെങ്കിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് പപ്പിയ കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെയായിരുന്നേ. ഇതിനകത്തും നമുക്ക് 2 അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. പപ്പിയ 1 പപ്പിയ 2 ഉണ്ട്. അതിൻ്റെ അകത്തുള്ളത് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യണം. നമ്മൾ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് പ്രകൃതിയൊക്കെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പപ്പി കേട്ടോ. ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നതിനകത്താണ്. ഇതിനകത്തും നമുക്ക് പപ്പി 1 പപ്പി 2 2 അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. ഇത് റൂമാണ്, ഒരു ഫാമിലി റൂമാണ്. ഇതാണ് വേറെ റൂം കേട്ടോ. കോമൺ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അടുത്ത അക്കോമഡേഷൻ കേട്ടോ. ഇതിൻ്റെ പേര് കോഗില എന്നാണ്. അപ്പോൾ ഏത് അക്കോമഡേഷൻസായാലും നമുക്ക് ഓൺലൈൻ റിസർവ് ചെയ്തേ പറ്റും. ഇതാണ് മയൂര. ഓക്കെ, മയൂര. ഇതും അക്കോമഡേഷനിൽ അടുത്തൊരു ഓപ്ഷനാണ്. ഇതിൽ നമുക്ക് നോക്കി ഒത്തിരി ഓപ്പൺ ഏരിയ ഉണ്ട്. ഈ കാണുന്നതാണ് വനശ്രീ. അപ്പോൾ ഇതിനകത്ത് 4 ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ 1 2 3 4 4 ഉണ്ട്. ഈ കാണുന്നതാണ് വനസുമായിട്ടോ. ഇത് ഒരു ഫാമിലിക്ക് അക്കോമഡേറ്റ്, സിംഗിൾ ഫാമിലിക്ക് അക്കോമഡേറ്റ് സ്റ്റേയിങ് ആണ് വനസുമ. അപ്പോൾ ഒരു ഫാമിലി വരുന്ന ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി പ്രൈവസി വേണം എന്ന് പറയണമെങ്കിൽ വനസുമ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറേ ഓപ്പൺ ഏരിയകളുണ്ട്. ഈ കാണുന്നതാണ് വനരഞ്ജിനി.
അപ്പോൾ ഇതിനകത്ത് 2 ഫാമിലി അക്കോമഡേഷൻ കേട്ടോ. 2 ഫാമിലി അക്കോമഡേഷനാണ് 15-ന്. അപ്പോൾ വനസമയം 15-ന് അടുത്തടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ജനറലി അക്കോമഡേഷൻസ് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കേണ്ട ക്യാൻറ്റീനാണ്. അപ്പോൾ നമുക്ക് അകത്ത് ചെന്ന് നോക്കാം ഫുഡ് എന്തൊക്കെയുണ്ട് അവൈലബിൾ ആണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ മയൂര. ഈ കാണുന്നതാണ് കോകില. ഇതിനകത്തും 2 അക്കോമഡേഷൻസ് അവൈലബിൾ ആണ്. 2 ഫാമിലിക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ്. വേറെ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ചാനൽ കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്